അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റോട്ടോ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രൈസൈക്കിളാണ്. ഇപ്പോൾ പിള്ളേർക്കൊക്കെ കയറി ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന ട്രൈസൈക്കിളാണല്ലോ, 3 വീലുള്ള. അതാണ് സംഭവം. അപ്പോൾ അത് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. ആമസോണിൽ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്നാണ് സാധനം വന്നത്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് പൊട്ടിച്ച് ഇതിൻ്റെ അൺബോക്സിങ്ങും ഇതിൻ്റെ ഇൻസ്റ്റാളേഷനും ഒക്കെ ആയിരിക്കും ഈ വീഡിയോ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ടെന്നും നോക്കാം. അപ്പോൾ നമ്മൾ നേരെ അൺബോക്സിലേക്ക് പോകും. അപ്പോൾ ഇത് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഇഷു ബേബിക്കാണ്. ഇഷു ബേബീൻ്റെ 2ാമത്തെ ബർത്ത്ഡേ ആണ് അടുത്ത ദിവസം. അപ്പം ഇഷു ബേബീൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രൈസൈക്കിൾ ഓർഡർ ചെയ്ത് വരുത്തിയത് കേട്ടോ. അപ്പോൾ നമുക്കിത് പൊട്ടിച്ചിട്ട് ഇത് എങ്ങനെ ഉണ്ടെന്നുള്ളതും ഇതിൻ്റെ ക്വാളിറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയിട്ടായിരുന്നു മേടിച്ചത്. അത്യാവശ്യം കൊള്ളാവുന്ന പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിലാണ് ഇത് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തിടാം. അപ്പോൾ ബോക്സിനകത്ത് തന്നെ ഒരു എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടൊരു പേപ്പർ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പാർട്സും കാര്യങ്ങളും ഏതാണെന്നും എല്ലാ ഡീറ്റെയിലും ഈ ഒരു പേപ്പറിനകത്ത് കൊടുത്തിട്ടുണ്ട്, നമ്പർ ഇട്ടിട്ട് പേരും ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ മേടിച്ചിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കിഡ്സ്മേറ്റ് എന്നാണോ. കിഡ്സ്മേറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ട്രൈസൈക്കിൾ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതങ്ങ് മാറ്റി വെക്കാം. ഇത്രയും സാധനമാണ് ഈ ബോക്സിനകത്ത് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാനെടുത്ത് പുറത്ത് വെച്ചിട്ട് കാണിച്ചു തരാം. ഇതുപോലത്തെ ഓരോരോ പാർട്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഫുള്ള് നമ്മൾ ഫുള്ള് ഇൻസ്റ്റാൾ ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ ഓരോ പാർട്സ് ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബോക്സിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ. സൈക്കിളിൻ്റെ ബോഡി, സീറ്റ്, ടയേഴ്സ്, ബാസ്ക്കറ്റ്, ഫ്രണ്ട് വീല്, ഹാൻഡില്, പേരൻ്റെ ഹാൻഡിൽ, അങ്ങനെ ഉള്ള ഐറ്റംസാണ് നമുക്ക് ബോക്സിനകത്ത് വന്നത് കേട്ടോ. വന്നേക്കുന്ന പാർട്സ് എല്ലാം ഓരോരോ കവറിലാണ് വന്നേക്കുന്നത്. കവറൊക്കെ അയച്ച് മാറ്റാം. ഇത് സൈക്കിളിൻ്റെ ഫ്രണ്ട് വീല്, ഹാൻഡില്, സീറ്റ് വിത്ത് സീറ്റ് കറ്റാണ് സൈക്കിളിൻ്റെ മെയിൻ സാധനം, മെയിൻ ചേസ് വരുന്നത്. ആണ് ഇൻസ്റ്റാളേഷൻ പേപ്പർ വന്നേക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കിയിട്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നോക്കാം. ഇതിനകത്ത് കയറ്റിയിടും. സെറ്റ് നമുക്ക് കിട്ടും. If you need to cry, just come share my pillow and rain, go away. Screw ചെയ്യണം. I wanna hear. ഇതാണ് നമ്മുടെ അൺബോക്സ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തെടുത്ത ട്രൈസൈക്കിൾ കേട്ടോ. അതായത് പിള്ളേർക്ക് പറ്റിയ ബേബി സൈക്കിൾ. അപ്പോൾ ഇതിപ്പോൾ കാണിക്കുവാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ്. ഇതിൻ്റെ മെയിൻ ഈ ചേസൊക്കെ വന്നേക്കുന്നത് ഇരുമ്പിലാണ് വന്നേക്കുന്നത്. ഈ ഒരു പോർഷൻ വന്നേക്കുന്നത് ഇരുമ്പാണ് മെയിൻ ചേസസ് വന്നേക്കുന്നത്. പിന്നെ ഈ വീലൊക്കെ ആണെങ്കിൽ കണ്ടോ, ഈ വീലൊക്കെ ഇവിടെ റബ്ബറാണ്. ഈ ഒരു ബാക്കി പോർഷനൊക്കെ ഈ അലോയും കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് കേട്ടോ. അതിൻ്റെ പുറത്തോടെ റബ്ബറിൻ്റെ റാപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പുറത്തോടൊക്കെ ഓടിക്കുമ്പോൾ എടുത്ത് കളയാനുള്ളതാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ കണ്ട ഒരു ബാസ്ക്കറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ടോയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാം. അതേപോലെ തന്നെ സീറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ സീറ്റിൻ്റെ ഈ പോർഷനിൽ ഇവിടെ ചെറിയൊരു കുഷ്യനും ടൈപ്പ് വന്നിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ ഇരിക്കുവാണെങ്കിൽ ഒരു കുഷ്യൻ സെറ്റപ്പ് കിട്ടും. അതേപോലെ തന്നെ ഈ സീറ്റ് ബെൽറ്റും ഉണ്ട് കേട്ടോ. ഒരു വയസ്സ് താഴെയൊക്കെ ഉള്ള പിള്ളേരെ നിങ്ങൾ ഇതിനകത്ത് ഇരുത്തി നമ്മൾ ഇതുണ്ട്. ഇത് പേരൻ്റൽ കൺട്രോളാണ്. ഇതുകൊണ്ട് തള്ളിക്കൊണ്ട് പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് ഈ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടാണ് അങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ. 30 kg വരെയുള്ള പിള്ളേർക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 കിലോയാണ്. 30 കിലോയിൽ കൂടുതൽ നമ്മൾ ഇതിനകത്ത് വെയിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും അതിൻ്റെ ടയറിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മെറ്റൽ പാർട്സിനൊക്കെ ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം 30 കിലോ ഉള്ള പിള്ളേർ മാത്രമാണ് ഇതിനകത്ത് കയറ്റി ഇരുത്തി റൈഡ് ചെയ്യിക്കാവുള്ളൂ കേട്ടോ. ഇത് ഇവിടെ ഒരു ബാസ്ക്കറ്റ് വന്നിട്ടുണ്ട്. ചെറിയൊരു ബാസ്ക്കറ്റാണ്. ഇതുണ്ടോ. ഇതിൻ്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സൈക്കിൾ ആണെങ്കിൽ പോലും ഇതിൻ്റെ മേളിൽ കണ്ട് ഇവിടെ ഇങ്ങനെ ഒരു
പേരന്റൽ കൺട്രോൾ ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഈ പോർഷൻ നമ്മളിങ്ങനെ തിരിക്കുന്നതനുസരിച്ചുണ്ടോ എൻ്റെ ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പിള്ളേരെയൊക്കെ ഇരുത്തി നമ്മളിങ്ങനെ തള്ളിക്കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഫുള്ള് കൺട്രോൾ നമ്മുടെ ഈ ഒരു പോർഷനിൽ ഈ ഒരു സ്റ്റിക്കിൽ നമുക്ക് കിട്ടും. ഈ സ്റ്റിക്ക് നമുക്ക് വേണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിക്ക് ഇവിടെ നിന്ന് നമുക്ക് ഊരി എടുത്ത് മാറ്റി വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ പിള്ളേർ ഫസ്റ്റ് ഇതിനകത്ത് കയറ്റി ഇരുത്തി അവരൊക്കെ ചവിട്ടി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു പേരൻ്റ് കൺട്രോൾ യൂസ് ചെയ്യാം. അവർ ശരിക്കും ചവിട്ടി പഠിച്ച് പ്രാക്ടീസ് ആയതിനു ശേഷം ഈ പേരൻ്റ് കൺട്രോൾ നമുക്ക് ഊരി വെച്ചിട്ടും അവർക്ക് കൊടുക്കാം കേട്ടോ. ഇവിടെ ആയിട്ട് ഈ കാല് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു റെസ്റ്റ് പാഡ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മുകളിലേക്ക് കയറ്റി ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് നമുക്ക് താത്തണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ട് ഇത് അപ്പുറത്ത് വശത്ത് കണ്ട. ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഫുഡ് റെസ്റ്റ് ആയിട്ട് നമുക്കിത് യൂസും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെയാണ് സൈക്കിൾ ചവിട്ടേണ്ടത്. ഇവിടെ ചവിട്ടിയാലാണ് ഈ സൈക്കിൾ മൂവ് ആവുള്ളൂ കേട്ടോ. അതായത് പിള്ളേരെ തന്നെ ചവിട്ടി പോകാനാണെങ്കിൽ ഇവിടെ ചവിട്ടണം. അതല്ല ഇവിടെ കാലെത്തൂല. ഇവിടെ വെക്കാനാണെങ്കിൽ നമ്മൾ പുറകിൽ നിന്ന് തള്ളി കൊടുക്കണം കേട്ടോ. ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിക്ക് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബെല്ല് വന്നിട്ടുണ്ട്, ചെറിയൊരു ബെല്ലാണ്. പിന്നെ ഇതിന്റെ ഇൻസ്റ്റാളേഷൻ ആണെങ്കിലും ഒത്തിരി കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഈ ഒരു സൈക്കിൾ പീസ് ടോട്ടൽ 10 പീസായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് സിമ്പിൾ ലോക്കാട്ടോ, ലോക്കിംഗ് സിസ്റ്റം ആണ്. കൂടുതലും ലോക്കിംഗ് സിസ്റ്റം ആണ്. സ്ക്രൂ ഇട്ട് മുറുക്കേണ്ട 1-2 പാർട്സ് മാത്രമാണ് സ്ക്രൂ ഇട്ട് മുറുക്കേണ്ടത്. ബാക്കിയെല്ലാം ലോക്കിംഗ് സിസ്റ്റം. നമ്മൾ ലോക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് ലോക്ക് ഇടുവാണെങ്കിൽ നമുക്ക് വേഗം തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. 6.9 കിലോയാണ് ഇത് ഈ ഒരു ഐറ്റത്തിന്റെ ഫുള്ള് വെയിറ്റ് കേട്ടോ. വെയിറ്റ് വരാനുള്ള കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ചേസും കാര്യങ്ങളെല്ലാം വന്നേക്കുന്ന മെറ്റൽ തന്നെയാണ്. മെറ്റല്, പ്ലാസ്റ്റിക്, റബ്ബർ, ഇത്തരം മെറ്റീരിയൽസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ കിഡ്സ് മേറ്റിന്റെ ട്രൈസൈക്കിൾ കേട്ടോ. അത് ഒരുപാട് ബ്രാൻഡ്സിന്റെ ഇതേപോലത്തെ സൈക്കിളുകളുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ബ്രാൻഡിന്റെ വേണമെങ്കിലും മേടിക്കാം. ഇതിന്റെ ശരിക്കുള്ള MRP എന്ന് പറയുന്നത് 6000 രൂപയാണ്. MRP എടുക്കണം കേട്ടോ ഇതിന്റെ ബോക്സിൽ. MRP നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ആമസോണിൽ ഓഫറിന് കിട്ടിയത് 1600 രൂപയ്ക്കാണ്. ആ ഒരു പ്രൈസിന് വർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു സൈക്കിൾ കേട്ടോ. ഇഷുബേബിന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പോൾ ഇഷുവിന് ഭയങ്കര ഇഷ്ടമായി. ഇഷുവിനകത്ത് കയറി റൈഡ് ചെയ്തു. പിന്നെ ഇഷുവിന്റെ കാല് ഒരുപാട് നീട്ടില്ല കേട്ടോ. അതായത് ഈ ഒരു സൈക്കിൾ അറൗണ്ട് 30 kg കപ്പാസിറ്റി ഉണ്ടെങ്കിലും 1 to അല്ലെങ്കിൽ 1.5 to 4 വയസ്സൊക്കെയാണ് കംഫർട്ട്. അപ്പോൾ ഇഷുവിന്റെ കാലിവിടെ എത്തുമെങ്കിലും ചവിട്ടാൻ കുറച്ചും കൂടെ കാലിന് നീട്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പം തള്ളിക്കൊണ്ട് നടക്കാം. ഒരു 1-2 മാസം കൂടെ കഴിയുമ്പോഴത്തേന് തന്നെ ചവിട്ടാറ് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് മേടിച്ചപ്പോൾ ജസ്റ്റ് ഒരു അൺബോക്സിങ്ങും അതിൻ്റെ ഇൻസ്റ്റാളേഷനും അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതാണ്. ഇതിൻ്റെ ഒരുപാട് കളറുകൾ അവൈലബിൾ ആണ്. നമ്മളെടുത്ത് റെഡ് ആണ്. ഇതിൻ്റെ ഓറഞ്ച് ഉണ്ട്, ബ്ലൂ തന്നെ 2-3 തരത്തിലുള്ള ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. അങ്ങനെ ഒരുപാട് കളറും അവൈലബിൾ ആണ്. പിന്നെ ഇത് നമ്മൾ ഇന്നലെ ഓർഡർ ചെയ്തതാണ്. 1 day കൊണ്ട് തന്നെ നമുക്കിത് ഡെലിവറിയും ചെയ്തു തന്നു കേട്ടോ. ഫാസ്റ്റ് ഡെലിവറി ആയിരുന്നു. ഇതിന് റിട്ടേൺ പോളിസി ഇല്ല. ഇതിന് റീപ്ലേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളോ വർക്കിംഗ് ചെയ്യാതെ ഇരിക്കുവാണെങ്കിൽ തന്നെ റീപ്ലേസ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പ്രൊഡക്റ്റ് അവർ അയച്ചു തരും കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും വന്നില്ല. നമുക്ക് കിട്ടിയത് തന്നെ കുഴപ്പമില്ലാത്ത നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയായിരുന്നു. കുഴപ്പമില്ല, ഒരുപാട് ഭയങ്കര വലിയ ക്വാളിറ്റി എന്നൊന്നുമല്ല ഞാൻ പറയണത്. നമ്മുടെ 1600 രൂപയ്ക്ക് ഉള്ളതിനും കൂടുതലായിട്ടുള്ള ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും ഈ ഒരു പ്രൊഡക്റ്റും ഉണ്ട് കേട്ടോ. എയർ അടിച്ച് വീർപ്പിച്ച ടയർ അല്ല ഇത്. ഇത് ജസ്റ്റ് പ്ലാസ്റ്റിക്കിന്റെ റൗണ്ട് ആയിട്ടുള്ള ഒരു റിമ്മില് അതിന്റെ മേളിക്കോടെ ഈ ഒരു റബ്ബറിന്റെ റാപ്പ് ഇങ്ങനെ ചെയ്തേക്കുന്ന കേട്ടോ. അപ്പൊ ആ ഒരു കോട്ടിങ്ങിലായിരിക്കും ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ടറൈനിൽ കിട്ടുന്നത് കേട്ടോ. പിന്നെ ബ്രേക്കും കാര്യങ്ങളൊന്നും ഇല്ല കണ്ടോ. ജസ്റ്റ് ഒരു പെഡൽ മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ ചവിട്ടിയ മാത്രമാണ് ഇത് മൂവ് ആവുന്നത്. നമ്മൾ ചവിട്ടൽ നിർത്തി കഴിഞ്ഞാൽ അതാണ് ഇതിന്റെ ബ്രേക്ക് കേട്ടോ. ചവിട്ടൽ എപ്പം നിർത്തുന്നു അന്നേരം അത് സ്റ്റോപ്പ് ആയി പോകും. അപ്പം ഇതായിരുന്നു നമ്മുടെ വീഡിയോ. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ചപ്പോൾ ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് കയറി മേടിച്ചു.
ഓഫർ ഉള്ളപ്പോൾ നല്ല പ്രൈസ് കുറവൊക്കെ കിട്ടും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ഒപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.